റിപ്പോർട്ടുകൾ പലതും രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഹിൻഡൻബർഗ് എന്നിപ്പോൾ കേൾക്കുന്നത് തന്നെ മോദിക്ക് അലർജിയാണ്. ഇതാ രാഹുലിന് നേരെയും അതേ ആയുധം പ്രയോഗിക്കുകയാണ് BJP MP. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തിനാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദാനിയുമായി കരാറിൽ ഒപ്പിടുന്നത് എന്ന ചോദ്യവുമായിട്ടാണ് തെലങ്കാനയിലെ BJP MP M രഘുനാഥ് റാവു രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിക്ക് 2 വിദേശ ഭാര്യമാരുണ്ടെന്നും അതിൽ ഒരുവൾക്ക് 2 മക്കളുണ്ടെന്നും ആരോപിച്ചുകൊണ്ട് ബ്ലീറ്റ്സ് മാസിക പ്രസിദ്ധീകരിച്ച ലേഖനം രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ കൊണ്ടുപോയി കൊടുക്കുക വഴി വാർത്തകളിൽ നിറഞ്ഞിരുന്ന ആളാണ് മോഡക് മണ്ഡലത്തിലെ MP ആയ രഘുനന്ദൻ റാവു. വെള്ളിയാഴ്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ രഘുനന്ദൻ റാവു പൊട്ടിത്തെറിച്ചത്. തെലങ്കാന സർക്കാരിന് വേണ്ടി അദാനി ഒട്ടേറെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുറക്കുകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബിസിനസ് മീറ്റിംഗിലാണ് അദാനിയുടെ കോടികളുടെ ബിസിനസ് തെലങ്കാനയിൽ പ്രഖ്യാപിച്ചത്. തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയാണ് രഘുനന്ദൻ റാവു. വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനാൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ തെലങ്കാനയിലെ മേഡിക്കിൽ നിന്നുമുള്ള ഈ BJP MP ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഹിൻഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അദാനിക്കെതിരെയും സെബി അധ്യക്ഷൻ മാധവി പൂരി ബുച്ചിനും എതിരെ വിമർശനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇക്കുറി ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ കൃത്യമായ തെളിവുകൾ നിരത്താൻ കഴിയുന്നില്ല എന്നതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾക്കെതിരെ വരുന്ന വിമർശനം. ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമാണ് കഴിയുന്നത് എന്നാണ് ഭരണപക്ഷം പറയുന്നത്. അദാനിക്കെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് ആദ്യവട്ട വിമർശനം ഉന്നയിച്ചപ്പോൾ അദാനി കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ തകർന്നിരുന്നു. എന്നാൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അമേരിക്കൻ ശതകോടീശ്വരന്മാർ ജോർജ് സോറോസിന്റെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ടുള്ള കരുനീക്കങ്ങളാണെന്ന വാദത്തിന് ബലം കൂട്ടിക്കൊണ്ടാണ് ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളെ പിന്തുണച്ച് മോദിയെയും അദാനിയും കടന്നാക്രമിക്കാൻ രാഹുൽ ഗാന്ധി പതിവാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി കാര്യമറിയാതെ ആട്ടം കാണുന്നു എന്നാണ് തെലങ്കാന MP വിമർശിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും അദാനിയുടെ പദ്ധതികളെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നും ഈ MP പറയുന്നുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലാണ് വിശ്വാസമെങ്കിൽ കോൺഗ്രസ് ഇത് ചെയ്യരുത് എന്ന വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ തെളിവുകളെല്ലാം മോദിക്കും BJPക്കും എതിരെ നിൽക്കുമ്പോൾ ഈ MP പറയുന്നതിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത്?